എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തെ കുറിച്ച് പറയുകയാ. കാന ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോ അല്ലാഹു പറയുന്നു, ദാവൂദിന്റെ കുടുംബം നന്ദിയുള്ള കുടുംബമാണ്, അവര് നന്ദി കാണിക്കുന്ന കുടുംബമാണ്. എന്തുകൊണ്ടാണ് ദാവൂദ് നബിയെ കുറിച്ച് പറഞ്ഞതെന്നറിയോ? ദാവൂദ് നബിയുടെ വീടിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ദാവൂദ് നബി അലൈഹിസ്സലാം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി സമയം നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ്. തനിക്ക് അല്ലാഹുവേ ഇബാദത്ത് ചെയ്യാനൊരു സമയം, തന്റെ ഭാര്യയ്ക്കൊരു സമയം, തന്റെ മകനൊരു സമയം, പടച്ചവരെ തന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെ സമയം മാറ്റി മാറ്റി കൊടുത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, ആ ദാവൂദ് നബിയുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോ ഭൂമിയിലേക്ക് നോക്കിയാൽ ദാവൂദിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹു എപ്പോ ഭൂമിയിലേക്ക് നോക്കിയാലും പടച്ചവരെ ദാവൂദ് നബിയുടെ വീട്ടിൽ ആരെങ്കിലും ഇബാദത്ത് ചെയ്യുകയാ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ദാവൂദിന്റെ കുടുംബം നന്ദിയുള്ള കുടുംബമാണ്. പടച്ചവരെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ, പടച്ചവനെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുണ്ടല്ലോ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അവിടുന്ന് എപ്പോഴും ഉപദേശം കൊടുക്കുമായിരുന്നു. അവിടുന്ന് ഉപദേശം കൊടുക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, മോനെ നീ പരലോകത്തിലെ ഫക്കീറാകരുത്, നീ പരലോകത്തിലെ ഫക്കീറാകരുത്. പടച്ചവനെ അവിടുന്ന് ചോദിച്ചു, ഉമ്മ ആരാ ഉമ്മ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ പാവപ്പെട്ടവനാരാ എന്ന് അവിടെ ഉമ്മയോട് ചോദിക്കുമ്പോ ഉമ്മ പറഞ്ഞു കൊടുത്ത മറുപടി, മോനെ രാത്രിയിൽ അധികമായിട്ട് ഉറങ്ങുന്നവരാ, രാത്രിയിൽ അധികമായിട്ട് ഉറങ്ങുന്നവര് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഫക്കീറന്മാരെ പോലെ കടന്നു വരുമെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു തരുന്നത്, അല്ലാഹു പറയുകയാ, ലഇൻ ശകറതും ലഅസീദന്നകും, എനിക്ക് നീ നന്ദി രേഖപ്പെടുത്തിയാൽ നിനക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാ, നിനക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാ, നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാ. നിനക്ക് സമ്പത്ത് വേണോ, നിനക്ക് അധികാരം വേണോ, നിനക്ക് കൊട്ടാരം വേണോ, നിനക്ക് ആരോഗ്യം വേണോ, നിനക്ക് എന്താണ് വേണ്ടത്, നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാ. നീ നന്ദിയുള്ളവനാകോ, നീ നന്ദിയുള്ളവനാകോ. എന്നാ മനുഷ്യൻ നന്ദിയില്ലാത്തവരാവുകയാണ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. സിറാജേ, നീയൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റൂലടോ. നിങ്ങളൊക്കെ പറയുന്നത് പോലെ എവിടെ പോയി ജീവിക്കാനാ? അതൊക്കെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? എവിടെ പോയാലും നരകവും മരണവും ഖബറും പരലോകവും മസ്റയുമല്ലാതെ വേറെ ഒന്നുമില്ല. എവിടെ പോയാലും ഭയപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാര് പറയുന്ന മറുപടി, ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാണ്, ജീവിതം സുഖിക്കാനുള്ളതാണെന്നാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിക്കാനുള്ളതും ആരടാ നിനക്ക് പറഞ്ഞു തന്നത്? ഈ ജീവിതം അല്ലാഹു നിന്നെ പടച്ചിരിക്കുന്നത് എന്തിനാ? അല്ലാഹു നിന്നെ പടച്ചിരിക്കുന്നത് നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല. നീ അല്ലാഹുടെ അടിമയാടാ, നീ അല്ലാഹുടെ അടിമയാടാ. ഞാൻ യജമാനനാണ്, നീ എന്റെ അടിമയാണ് എന്ന് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമുണ്ടല്ലോ. പരിശുദ്ധമായ ഹജ്ജ് കടന്നു വരുമല്ലോ, ഹജ്ജെന്ന് പറയുന്ന പുണ്യമായ കർമ്മം നടക്കുമല്ലോ. ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, ഒരു മനുഷ്യനോട് തന്റെ അടിമകളോട് അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന സമയത്ത്, ഞാൻ പറയുന്ന മാസത്തിൽ, ഞാൻ പറയുന്ന ദിവസത്തിൽ, ഞാൻ പറയുന്ന സമയത്ത്, ഞാൻ പറയുന്ന വസ്ത്രം ധരിച്ച് എല്ലാവരും ഞാൻ പറയുന്ന സ്ഥലത്ത് ഒരേ
ഒരു വാചകം പറഞ്ഞുകൊണ്ട് കടന്നു വരാൻ അല്ലാഹു പറയുകയാ. പടച്ചവരെ, എപ്പോഴാ ദുൽഹജ്ജ് മാസം കടന്നു വരുമ്പോ അല്ലാഹു പറയുന്നു, ഞാൻ പറയുന്ന വസ്ത്രം ധരിച്ച്, ഞാൻ പറയുന്ന മാസത്തില്, ഞാൻ പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന വാചകം പറഞ്ഞ് എല്ലാവരും വരാൻ അല്ലാഹു നമ്മളെ വിളിക്കുകയാണ്. എന്തിനാണെന്നറിയോ? നീ എന്റെ അടിമയാടാ, ഞാൻ നിന്റെ യജമാനനാടാ, ഞാനാണ് റബ്ബ്, നീ എന്റെ അടിമയാണ്. അല്ലാഹു നമ്മളെ പടച്ചിരിക്കുന്നത് തന്നെ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്താരാ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാരാ, അല്ലാതെ സുഖിക്കാനല്ലടാ ചെറുപ്പക്കാരാ, ആസ്വദിക്കാനല്ല പെങ്ങളെ, അടിച്ചു പൊളിക്കാനല്ല, ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് ആസ്വദിച്ച് നടക്കാനല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തി ജീവിച്ചാ വേണ്ടതൊക്കെ അല്ലാഹു തരും ചെറുപ്പക്കാരാ. നിനക്ക് എന്താടാ വേണ്ടത്? നിനക്ക് പണം വേണോ? നിനക്ക് അധികാരം വേണോ? നിനക്ക് സന്തോഷം വേണോ? നിനക്ക് സമാധാനം വേണോ? നിനക്ക് സാലിഹത്തായ ഭാര്യ വേണോ? ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാമടാ. അല്ലാഹു പറയുകയാണ്, നീ എന്നോട് നന്ദി കാണിക്ക്, ഞാൻ തന്നത് മറക്കാതെ ഇരിക്കൂ. എന്നിട്ട് അല്ലാഹു പറയുകയാ, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹു പറയുകയാ, നീ എന്നെ മറന്നു കളഞ്ഞാൽ നിനക്ക് ഞാനെല്ലാം തന്നിട്ട് എന്നെ നീ പുറങ്കാല് കൊണ്ട് ചവിട്ടിയ, എന്നെ നീ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞ, എന്നെ നീ നിസാരമാക്കിയാൽ അല്ലാഹു പറയുകയാ, എനിക്ക് തരാ മാത്രമല്ല അറിയുന്നത്. എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട് പറയുകയാണ്, അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്താതെ വന്നാൽ നിനക്ക് സമയമില്ലടോ, നിനക്ക് നിസ്കരിക്കാൻ സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല, നിനക്കുറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ലടോ. ഏതൊരു മനുഷ്യനോട് ചോദിക്കുമ്പോഴും പറയുന്ന ഒരു വാക്ക്, ബിസിയാ ഉസ്താദ്, ബിസിയാ ഉസ്താദ്, എപ്പോ നോക്കിയാലും നിനക്ക് ബിസിയാ. ആരോട് ചോദിക്കുമ്പോഴും പറയുന്നത്, പള്ളി കാണുന്നില്ലല്ലോ, കച്ചവടം ബിസിയാ ഉസ്താദ്, വഅദിനെ കാണുന്നില്ലല്ലോ, ബിസിയാ ഉസ്താദ്, എന്ത് കാര്യം ചോദിച്ചാലും ബിസിയാ. ഞാൻ ഒറ്റ ചോദ്യം, കുറച്ച് കഴിഞ്ഞാൽ മതി ഉസ്താദ്, വേറെ പിരിവൊന്നുമില്ല, അപ്പൊ പിന്നെ ബക്കറ്റേ ഉള്ളൂ. ഇവിടെ നമ്മൾ ആര് ഇപ്പൊ അതൊരു ഫാഷനാ, എന്ത് ചോദിക്കുമ്പോഴും പറയും ബിസിയാ ബിസിയാ. നിങ്ങൾ പഠിക്ക്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, സമയത്ത് ഭക്ഷണം കഴിക്കണ എത്ര പേരുണ്ട്? കൈയൊന്നും പൊക്കണ്ട, ആരും പൊക്കൂല. ഇവിടെ സമയത്ത് ഭക്ഷണം കഴിക്കണ എത്ര പേരുണ്ട്? രാവിലെ 7:30 മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നാ. പോവാണോ ബീവ? പോവാ, ദുആ ചെയ്യട്ടാ. എന്റെ ജ്യേഷ്ഠന്റെ ശരീക്കല്ലേ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ ശരീക്കാണ്, അൽഹംദുലില്ലാഹ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പള്ളിയും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. രാവിലെ നാസ്ത കഴിക്കണം, 7:30 മുമ്പ് ഭക്ഷണം കഴിക്കണം, 1:30 മുമ്പ് ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇശായിക്ക് മുമ്പ് രാത്രി ഫുഡ് കഴിക്കണം. ഇങ്ങനെ ഫുഡ് കഴിക്കണ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? അങ്ങനെ ഫുഡ് കഴിക്കണ ആരെങ്കിലും ഉണ്ടോ? സമയത്ത് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? കൃത്യമായി നേരത്തെ ഉറങ്ങണമെന്ന് ഉറങ്ങണ എത്ര പേരുണ്ട്? നിനക്ക് ഉറങ്ങാൻ സമയമില്ല, തിന്നാൻ സമയമില്ല, പോട്ടെ നിന്റെ മക്കളെ ഒന്ന് സ്നേഹിക്കാൻ സമയമുണ്ടോ? ഇല്ല. സ്വന്തം കെട്ടിയ പെണ്ണിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ സമയമുണ്ടോ? ഇല്ല. നിനക്ക് പിന്നെ എന്തിനാ സമയമുള്ള? എന്തിനും നിനക്ക് സമയം. എന്ത് വെച്ചാലും പറയും ബിസി 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 ബിസി. എന്നാ നീ പഠിച്ചോ, ഇത് അല്ലാഹ് നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മരിക്കണ കാലം വരെ അല്ലാഹ് നിന്നെ കറക്കിക്കൊണ്ടിരിക്കും. നീ വിചാരിച്ച് പടച്ചവനെ, ഒരു വീടായ എല്ലാം തീരും, എവിടെ തീരാ? മക്കളെ കെട്ടിച്ച എല്ലാം തീരും, എവിടെ തീരാ? നീ മരിക്കണ കാലം വരെ നീ ഇങ്ങനെ നടക്കും. ആസുകല്ലിന്റെ ചുവട്ടിൽ കഴുത അടക്കണ പോലെ മരിക്കണ ദിവസം നീ ജോലിക്ക് പോകും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. നിന്റെ കഷ്ടപ്പാടും ദുരിതവും മാറൂല.
ഇവിടെ നമ്മൾ അള്ളാഹുവിന് നന്ദിയുള്ളവരാകുക. ഒരല്പസമയം മാറ്റിവെക്ക്, നിസ്കരിക്ക്. ബാങ്ക് വിളിച്ചു, പോയി നിസ്കരിക്ക്. കടയും കച്ചവടമൊക്കെ കള. ബാങ്ക് വിളിച്ചു, പോയി 5 മിനിറ്റത്തെ കാര്യമല്ലേ, പോയി 4 റക്അത്ത് നിസ്കരിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചു. നിന്റെ കാര്യം കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് നീ അള്ളാഹ് എന്താ പറഞ്ഞേ? പള്ളിക്കകത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞോ? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. അള്ളാഹ് പറഞ്ഞ എന്താ? നീ പെട്ടെന്ന് പള്ളിയിൽ വരണം, നിസ്കരിക്കണം, എന്നിട്ട് നിന്റെ കച്ചവടത്തിന് നീ പൊക്കോ. അല്ലാതെ അവിടെ തന്നെ ഇരുന്ന് ദിക്റും ദുആയായിട്ടും കടയിൽ കിട്ടുന്ന നിൽക്കാനല്ല പറഞ്ഞേ. അപ്പൊ അള്ളാഹു പറയുന്നു, നീ എന്നോട് നന്ദി കാണിച്ച നിനക്ക് ഞാൻ എല്ലാം വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നന്ദി രേഖപ്പെടുത്തിയില്ലെങ്കിലോ അള്ളാഹിക്ക് തരാൻ മാത്രമല്ല അറിയുന്നത്, തന്നത് തിരിച്ചെടുക്കാനും അള്ളാഹിക്ക് അറിയാം. റബ്ബിന് തരാൻ മാത്രമല്ല, ആ തന്നത് തിരിച്ചെടുക്കാനും പടച്ചവനറിയാം. കണ്ടിട്ടില്ലേ? വലിയ സമ്പന്നനായിരുന്നു, ഇപ്പൊ പിരിവെടുത്ത് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം പോയില്ലേ? ജാഗ ഉണ്ടായിരുന്നു, കൊട്ടാര ഉണ്ടായിരുന്നു, ബെൻസ് ഉണ്ടായിരുന്നു, എല്ലാം വിറ്റു പിറക്കിയിട്ട് ഇപ്പൊ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ. അള്ളാഹുവെ, നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണം പടച്ചോനെ. മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അള്ളാഹ് പറഞ്ഞ വാക്ക. നീ എന്നോട് നന്ദി കാണിച്ച, നീ ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നീ നന്ദിയുള്ളവനായ ഞാൻ നിനക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹിനെ നമ്മൾ എന്ത് ചെയ്യുക? നന്ദി രേഖപ്പെടുത്തുക. അപ്പൊ അള്ളാഹു നിനക്ക് വേണ്ടതൊക്കെ തരും. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, എടോ നമുക്ക് വേണ്ടതെന്താ? നിങ്ങൾക്ക് വേണ്ടതെന്താ? ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഈ വഴുത കേൾക്കാൻ വന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, നീ കഷ്ടപ്പെടുന്നത് എന്തിനാ? നീ ജോലി ചെയ്യുന്നത് എന്തിനാ? ഈ ഉറക്കം ഒഴിയുന്നത് എന്തിനാ? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? എന്താ പറയാ, ഒരു മടി. നമ്മൾ ജീവിക്കണ എന്തിനാ? നമ്മൾ കഷ്ടപ്പെടുന്ന എന്തിനാ? നമ്മുടെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കരുത്, ആരുടെ മുമ്പിലും കൈനീട്ടരുത്. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ലേ അള്ളാഹ്. ആമീൻ പറ. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ലേ അള്ളാഹ്. അങ്ങനെ പടച്ചു ആരുടെ മുമ്പിലും കൈ, ഇതല്ലേ ഉള്ളൂ. എങ്കിൽ അള്ളാഹു പറഞ്ഞത് എന്താ? നിനക്ക് എന്താ വേണ്ട? ഭക്ഷണം മതിയല്ലോ. ഭാര്യക്കും മക്കൾക്കും നിനക്കും തിന്നാൻ ഭക്ഷണം പോരെ. അള്ളാഹ് പറയുന്നു, ഞാൻ തരാം, ഞാൻ തരാം. നിനക്ക് ഭക്ഷണം വേണോ? നിനക്ക് ഭക്ഷണം വേണോ? മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. ആര് തരും? ഉറക്കെ പറഞ്ഞ ആര് തരും? മരിക്കുന്ന കാലം വരെ ആര് തരും? നിനക്ക് മാത്രമല്ല, നിന്റെ ഭാര്യക്കും തരും, നിന്റെ മക്കൾക്കും തരും. നീ ഉണ്ടാക്കിയ ഹറാം വരൂലേ? നമ്മൾ ഉണ്ടാക്കിയ ചിലപ്പോ ഹറാമൊക്കെ വരൂലേ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? നമ്മൾ കൊണ്ടുവരുന്നൊക്കെ ഹലാലാണെന്ന് പറയാൻ പറ്റുമോ? ഹറാമ് കലർന്നു പോകില്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സൂക്ഷ്മത പുലർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടെ അള്ളാഹ് പറയുകയാ, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലോ അല്ല, മരിക്കണ കാലം വരെ ഞാൻ തരാം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് അങ്ങനെ പറ്റിക്കോ? അള്ളാഹ് പറ്റിക്കോ? നിങ്ങൾ എൻ്റെ കൂടെ അള്ളാഹ് പറ്റിക്കോ? പറ്റിക്കില്ല. അള്ളാഹ് പറഞ്ഞത് തലകുത്തി നിൽക്കാൻ പറഞ്ഞില്ല, ഉറക്കം ഒഴിയാൻ പറഞ്ഞില്ല, നീ സമ്പാദിച്ചത് മുഴുവനും അള്ളാഹ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇല്ല, ഒറ്റ കാര്യം ചെയ്യാനേ പറഞ്ഞുള്ളൂ. ഒരേ ഒരു കാര്യം നീ ചെയ്താൽ മതി, നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. ഒറ്റ കാര്യം ചെയ്യണം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? ചെയ്യാന്ന് പറ ചങ്ങാതി, അതങ്ങ് ഉറപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഉറപ്പല്ലേ? എന്താ ചെയ്യണ്ടേ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹ് പറയുകയാ, 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ
നീയും നിന്റെ കുടുംബവും നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. സൂറത്തു ത്വാഹ വീട്ടിൽ പോയിട്ട് എടുത്ത് ഓതിക്കോ. അവസാനം എടുത്തു നോക്കണം. ആ സൂറത്തിന്റെ അവസാനം കാണാം, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹ് പറയുന്നു, മരിക്കണ കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. എന്ത് ചെയ്യണം? ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിച്ചാ മതി. മരിക്കണ കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹ് പറഞ്ഞത് ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി? ഉറക്കെ പറയണം. എന്ത് ചെയ്താ മതി? നിസ്കരിച്ചാ മതി. ഇവിടെ നിങ്ങളുടെ ഇപ്പൊ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നില്ലേ? ഈ ഇരിക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്ന, നല്ല മീനൊക്കെ തിന്നുന്ന ആളാരാ? ആരുടെ തിന്ന്? നിങ്ങൾ ആരെങ്കിലും ആണോ? എല്ലാ ദിവസവും ഇറച്ചി മട്ടൻ തിന്നുന്ന ഞങ്ങൾ ഉസ്താദന്മാരാ അല്ലേ? ഹത്തീബ് ഉസ്താദ്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? ആരാ? ഉസ്താദന്മാർ. എന്താ പറയുക, ഒരു അസൂയ എന്താ? ഉസ്താദന്മാരാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഖത്തീബ് പറയുന്നത് ഇറച്ചിയൊന്നും വേണ്ടാന്നോ, കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാണോ? കാരണം എന്തേ എന്ന് തന്നെ കഞ്ഞിയും പേർ ആരെങ്കിലും കൊടുക്കാറുണ്ടോ? ഏറ്റവും നല്ല ഭക്ഷണം ഉസ്താദന്മാർക്കാണ്. ഞാനിപ്പോ വന്നു, എനിക്കറിയില്ല, ഞാൻ ഇന്നലെ വന്നതാ. ഇന്ന് എനിക്ക് ആഹാരം, നാളെ എവിടെ, എനിക്കെന്റെ കാര്യം അറിയില്ല. എനിക്ക് വിശക്കുമ്പോ എന്റെ റബ്ബ് കൊണ്ടുതരും. എനിക്കറിയില്ല. ഞാൻ ഇന്ന് 3 നേരം ആഹാരം കഴിച്ചു. രാവിലെ അത് ഒരാൾ വന്നു, ഉച്ചയ്ക്ക് അടുത്ത ആള് വന്നു, രാത്രി നാളെ എവിടെ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് തിന്നാനുള്ള ഭക്ഷണം എന്റെ റബ്ബ് തരുന്നുണ്ട്. പിന്നെ എനിക്കെന്നെ പേടിക്കാനാ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? ഉസ്താദന്മാർ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്നാ സിറാജ് എന്തൊരു പറച്ചില്ല. അപ്പൊ ഞാനും നിസ്കരിക്കുന്നുണ്ട്, ഓനും നിസ്കരിക്കുന്നുണ്ടല്ലോ. നിസ്കരിക്കണ എല്ലാവർക്കും അള്ളാഹു നല്ല ഭക്ഷണം കൊടുക്കുമെങ്കിൽ പിന്നെന്താ എനിക്ക് തരാത്ത? നിങ്ങളും ഉസ്താദും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നിങ്ങളും ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉസ്താദ് ബാങ്ക് വിളിച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ ഉസ്താദ് ജമാഅത്തായിട്ട് നിസ്കരിക്കും. നിങ്ങൾ നിസ്കരിക്കും, സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദ് എപ്പം നിസ്കരിക്കും? വഖത്തിൽ നിസ്കരിക്കും. നമ്മളെപ്പം നിസ്കരിക്കും? സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. അതാ വ്യത്യാസം. നമ്മൾ ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം എന്താ? എടാ, ഞാൻ പറഞ്ഞതല്ലല്ലോ, നീയും ഞാനും വിശ്വസിക്കുന്ന ഇസ്ലാം ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാ ഖുർആനെ കൊണ്ട് വിശ്വസിക്കണം. ആ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ അല്ലാഹ് പറഞ്ഞ ആയത്താ ഞാൻ ഓതിയേ. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. പക്ഷെ നീ മരിക്കുന്ന കാലം വരെ നിസ്കരിച്ചു നോക്ക്. ലോകത്ത് ഏത് കോടീശ്വരന്റെ വീട്ടിൽ തിന്നാനില്ലെങ്കിലും നിന്റെ വീട്ടിൽ ഒരു കാലത്തും പട്ടിണി ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് നിസ്കരിച്ചപ്പോ അല്ലാഹ് തരുന്ന പ്രതിഫലം. ഇത് ഒരു നന്മ, ഇത് ഒരു നന്മയ്ക്കല്ല തരുന്നത്. അപ്പൊ അവന് വാക്യം പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അള്ളാഹു നിനക്ക് വേണ്ടത് മുഴുവനും തരും. നീ നന്ദിയുള്ളവനായിരിക്കും. അള്ളാഹു നമുക്ക് ആ മനസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു ആ മനസ്സ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വാഗ്ദാനം എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രണ്ടാമത്തെ വാഗ്ദാനം എന്തെന്നറിയോ? അല്ലാഹു പറയുന്നു, നിനക്ക് എന്ത് വേണമെങ്കിലും നീ ചോദിക്ക്, ഞാൻ നിനക്ക് ഉത്തരം നൽകാം.
അല്ല പറയുന്നു, നിനക്ക് എന്താണ് വേണ്ടത് സിറാജ്? വേണ്ടത് മുഴുവനും എന്നോട് ചോദിക്ക്. നിനക്ക് വേണ്ടത് എന്താണോ നീ എന്നോട് ദുആ ചെയ്യ്. നീ ദുആ ചെയ്താ നിന്റെ ദുആയിക്ക് ഞാൻ ഉത്തരം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂ ലി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹുവിനോട് ആര് ദുആ ചെയ്യുന്നുണ്ടോ, ആര് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ, ആ ദുആ ചെയ്യുന്നവന് അല്ലാഹു ഉത്തരം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എന്നോട് ചോദിക്ക്. ഞാൻ നിങ്ങളുടെ റബ്ബാണ്. എന്നെ പോലെ തരുന്നവൻ ഒരാളും ഈ ലോകത്തില്ല. എന്നെ പോലെ കരുണയുള്ള ഒരാളും ഈ ലോകത്തില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. നിന്റെ ഉമ്മയ്ക്കല്ല നിന്നോട് സ്നേഹം, നിന്റെ വാപ്പയ്ക്കല്ല നിന്നോട് സ്നേഹം, നിന്റെ ഭാര്യക്കല്ല നിന്നോട് സ്നേഹം, നിന്റെ മക്കൾക്കല്ല നിന്നോട് സ്നേഹം. നിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാനാ. അതുകൊണ്ട് നീ എന്നോട് ചോദിക്ക്, ഞാൻ നിനക്കുത്തരം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറയുമ്പോ നിങ്ങളിൽ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉസ്താദേ, വല്ലാത്ത പ്രയാസമാണ്. എത്ര കൊല്ലമായി ഞാൻ ദുആ ചെയ്യുന്നു, എന്റെ രോഗം മാറാറ്, എന്റെ പ്രയാസം മാറുന്നില്ലല്ലോ, എന്റെ കഷ്ടപ്പാട് മാറുന്നില്ലല്ലോ, എനിക്കൊരു വീട് ലഭിക്കുന്നില്ലല്ലോ, എനിക്കൊരു നല്ല ജോലി കിട്ടുന്നില്ലല്ലോ, എന്റെ ഭർത്താവ് നന്നാകുന്നില്ലല്ലോ, എന്റെ ഭാര്യയുടെ ദുസ്വഭാവങ്ങൾ മാറുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? എത്ര കാലമായി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, എന്നിട്ടും പടച്ചവനെ എന്റെ പ്രയാസങ്ങൾ മാറുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തടോ? അതിന്റെ കാരണമാ ഞാൻ പറയുന്നത്. സഹോദരാ, നീ എന്നോടൊരു കാര്യം ചോദിച്ചു. നീ ചോദിക്കുന്നത് ഞാൻ കേട്ടാലല്ലേ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂ. അതുകൊണ്ട് നീ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നീ ചോദിക്കുന്നത് അല്ലാഹു കേൾക്കണമല്ലോ. അല്ലാഹു കേൾക്കണമല്ലോ. അല്ലാഹു കേൾക്കുന്നത് പോലെ നീ ദുആ ചെയ്യണമല്ലോ. അല്ലാതെ വെറുതെ കിടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല സഹോദരാ. 2 മണിക്കൂർ നീണ്ട് വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല. പറയേണ്ടത് 10 മിനിറ്റ് ആണോ, ഒരു വാക്കാണോ? അത് പറയേണ്ടത് പോലെ പറഞ്ഞാലല്ലേ ഉത്തരം ലഭിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു പറയുകയാ, എന്നോട് ആര് ദുആ ചെയ്താലും എന്നോട് ചോദിക്കുന്നവന് ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്ന രണ്ടാമത്തെ വാഗ്ദാനം, എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന് ഉത്തരം കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ആമീന്റെ പവർ കുറഞ്ഞു. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തേ? ഞാൻ എത്ര കൊല്ലമായിട്ട് ചോദിക്കുന്നു എനിക്കൊരു വീട് തരാൻ. എന്തേ അല്ലാഹ്ക്ക് തരാൻ പറ്റാത്ത? ഞാൻ എത്രയോ കാലം കൊണ്ട്. പണ്ടൊരു ചങ്ങാതി, ഒരു വലിയ സമ്പന്നനായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ അള്ളാഹു കോടിക്കണക്കിന് പൈസ കൊടുത്തു. അയാൾ ഇങ്ങനെ എല്ലാവർക്കും വാരി കോരി കൊടുക്കുന്നത് കണ്ടപ്പോ ആ നാട്ടിലെ ഏറ്റവും ഫക്കീറായ ഒരാൾ അള്ളാഹിനോട് ദുആ ചെയ്തു, പടച്ചവനെ എന്നെയും അവനെ പോലെ ആക്കണേ അള്ളാന്ന്, എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ലാ. ഞാൻ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ. അല്ല, എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ലാ. എത്ര ദുആ ചെയ്തിട്ട് ഇയാൾ അബൂബക്കറിനെ പോലെ ആകുന്നില്ല. ഉടനെ ഓൻ അള്ളാഹിനോട് പറയാ, പടച്ചവനെ ഞാൻ കുറെ കാലം കൊണ്ടിട്ട് എന്നെ അബൂബക്കറിനെ പോലെ ആക്കാൻ പറയുന്നു. പടച്ചവനെ അത് പറ്റത്തില്ലെങ്കിൽ അബൂബക്കറിനെ എന്നെ പോലെയെങ്കിലും ആക്കിയേക്കണേ അള്ളാന്ന്. തിരിച്ചു അനന്ത അവൻ എത്തിക്കാനേലാക്കാൻ. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ അള്ളാഹ് കേൾക്കണ്ടേ? കേട്ടാലല്ലേ നിനക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. നിനക്കെന്താ വീട് തരാൻ അള്ളാഹ്ക്ക് പറ്റത്തില്ല? എന്തും അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദുആയിന്റെ വിഷയത്തിൽ പിശുക്കന്മാരെ.
ആരാ ദുആ ചെയ്യുന്നേ? അള്ളാഹിനോട് ദുആ ചെയ്യണം എത്ര പേരുണ്ട്? മടിയാടോ നമുക്ക് ദുആ ചെയ്യാനൊക്കെ? പാവപ്പെട്ട പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യും നിസ്കാരം കഴിഞ്ഞിട്ട് ഖതീബ് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് ആ പള്ളിയുടെ മിഹ്റാബിൽ സുജൂദ് ചെയ്ത സ്ഥലത്തിരുന്നിട്ട് ആ ദുആ ചെയ്യണേ. എത്ര പേര് ആമീൻ പറയണേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആമീന്റെ ശബ്ദം? ദുആക്കെ ഇല്ലേ? നിസ്കാരം കഴിഞ്ഞ് ദുആക്കെ ഉള്ളതല്ലേ? എത്ര പേര് ആമീൻ പറയുന്നത്? കൈയെങ്കിലും ഇങ്ങനെ പിടിക്കാറുണ്ടോ? വേണമെങ്കിൽ തന്നാ മതി അല്ലാതെ ഇങ്ങനെ ഇട്ടേക്ക് തളർത്തിയിട്ട്. അള്ളാനെ പറയാ, ഇലയിട്ടിട്ട് ചോറ് വിളമ്പിയ തിന്നാൻ പറ്റുന്ന രീതിയിൽ 2 കാലി ഇങ്ങനെ ഇങ്ങോട്ട്, അതിനെന്താ പറയാ, ഇങ്ങനത്തെ ഇരുത്തത്തിന് എന്താ പറയാ, നമ്മുടെ നാട്ടിൽ ചമ്മണപ്പടി, ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക, സദ്യ ഉണ്ണാ ഇരിക്കുക. എന്നിട്ട് അള്ളഹാനോട് പറയുന്നത് വേണമെങ്കിൽ തന്നാ മതി പടച്ചവനെ, ഇങ്ങനെ ഇട്ടേക്ക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖതീബ് തന്നെ ചിന്തിക്കുന്നുണ്ട്, ആർക്കാവുള്ള ഞാൻ ഈ ദുആ ചെയ്യണേന്ന്. കാരണം ആമീന്റെ ശബ്ദമൊന്നും കേൾക്കത്തില്ല പള്ളിയില്. ആമീനിന്റെ ശബ്ദം വാപ്പാടെയൊക്കെ വായി നാവുണ്ടോന്ന് അറിയണമെങ്കിൽ ആ ജനറൽ ബോഡി പോയാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജനറൽ ബോഡി പോകുമ്പോഴാണ് വാപ്പമാരുടെ ഒക്കെ ശബ്ദം മനസ്സിലാകുന്നത്. ഇവിടെ ദുആ ചെയ്യുന്ന ഇല്ല, അവരെ തന്നെ മടിപ്പിക്കുക. ഞാൻ എപ്പോഴും ഒരു കഥ പറയും. ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോ ഒരു പള്ളിയിൽ ജോലിക്ക് പോയി. ഇവിടെ ജോലിക്ക് പോയപ്പോ എന്നെ ഒരു മരിച്ച വീട്ടിൽ കൊണ്ടുപോയി ദുആ ചെയ്യാൻ. എന്നെ ഒരു ഉസ്താദിനെയും കൊണ്ടുപോയിട്ട് പറഞ്ഞു, എന്താ പ്രസിഡന്റ് ഇതൊക്കെ എടുത്തോണ്ട് പോയെന്ന് കാണുമ്പോ, സെക്രട്ടറി ഇതൊക്കെ, സെക്രട്ടറി അല്ലേ പ്രസിഡന്റ്, എന്തപ്പാ ഇവിടെ ഇരി, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാന് ഒരു വീട്ടിൽ പോയി അങ്ങനെ ദുആ ചെയ്യാൻ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, ഉസ്താദ് ഒരു യാസീൻ ഓതണം കേട്ടോ, യാസീൻ ഓതി ദുആ ചെയ്യണം. ഞങ്ങളെ 2 പേരെയും കൂടെ കയറ്റി ബെഡ്റൂമിൽ ഇരുത്തിയിട്ട് ഇവരങ്ങ് പോയി. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോ എന്റെ കൂടെ വന്ന ഉസ്താദ് വിളിച്ചു, കാക്ക ദുആ ചെയ്യാൻ പോവാ, വായിക്ക. ഉസ്താദ് ചെയ്തോളെ, കാക്ക ദുആ ഉസ്താദ് ചെയ്തോളെ. 3 വട്ടം വിളിച്ചു. അവരാരും ഒരൊറ്റ മനുഷ്യൻ വന്നില്ലടോ. ഞാനും ഈ ചങ്ങാതിയും കൂടെ യാസീൻ ഓതിയിട്ട് റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുക. കളയാൻ പറ്റുമോ? ഒരു യാസീൻ ഓതിയതല്ലേ, എന്ത് ചെയ്യാനാ? ഞാൻ അവസാനം ദുആ ചെയ്തു, പടച്ചോനെ എന്റെ മരിച്ചുപോയ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണം അല്ലാഹ്. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, ഞാൻ എന്റെ അനുഭവം പറഞ്ഞ്. ഇതേപോലെ പള്ളിയിലെ ഉസ്താദിന്റെ അവസ്ഥയും. നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് ദുആ ചെയ്യുമ്പോ നിങ്ങൾ ആമീൻ പറഞ്ഞാലല്ലേ, ഇല്ലെങ്കിൽ പിന്നെ ഉസ്താദിന് സ്വന്തം കാര്യം പറഞ്ഞാൽ പോരെ. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മൾ അപ്പോലും മടിയന്മാരാ. എടോ ദുആ എന്ന് പറഞ്ഞ എന്തെന്നറിയോ? ദുആ എന്ന് പറഞ്ഞ എന്താ? ഖുർആൻ പറയുന്നുണ്ട് ദുആ എന്ന് പറഞ്ഞാൽ എന്താ? നീയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ള പറഞ്ഞതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ള പറഞ്ഞതുപോലെ ഞാനോ നിങ്ങളോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാ ദുആ ചെയ്യാൻ അള്ള പറഞ്ഞേ? എങ്ങനെ ദുആ ചെയ്യാനാണ് അല്ലാഹു പറഞ്ഞത്? ഞാൻ എത്ര കരഞ്ഞിട്ടും എനിക്ക് എത്ര ചോദിച്ചിട്ടും വീട് തരുന്നില്ല, എന്റെ കഷ്ടപ്പാട് മാറുന്നില്ല. സങ്കടം പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹു പറഞ്ഞതുപോലെ നീ ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹു പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? അല്ലാഹു ഒരു സാമ്പിൾ പറയുകയാണ്. അല്ലാഹു ഒരു ഉദാഹരണം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾ കടല് കണ്ടിട്ടുണ്ടല്ലോ, കടലിന്റെ ചേരത്ത് പോകാറുണ്ടല്ലോ, ബീച്ചിൽ പോകാറുണ്ടല്ലോ. ആ കടലിന്റെ തിരമാല അടിച്ചു വരുന്നത് കാണാൻ നമുക്ക് നല്ലാതെ അത് കാണാൻ നല്ല ഭംഗിയാണ്. തിരമാല അടിച്ചു വരുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷേ അടുത്തു പോകാൻ നമുക്ക് പേടിയാ. ഇവിടെ അടുത്ത് എവിടെ കടലുള്ള ഉണ്ടോ? അതെവിടെ കിടക്കുന്നു? ഇവിടെ കടലിന്റെ തിരമാല ഇങ്ങനെ അടിച്ചു വരുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷെ അടുത്തു പോകാൻ നമുക്ക് പേടിയാ. കാരണം എന്തേ? അതിനകത്ത് പെട്ടാ നമ്മൾ മരിച്ചു പോകും. അറിയില്ല, കടലിന്റെ സ്വഭാവം അങ്ങനെ. കടലിന്റെ ഉൾഭാഗത്തേക്ക് പോകും തോറും ആഴം കൂടും. ഞാൻ പോയിട്ടുണ്ട്, ഈ മഞ്ചേശ്വരത്തുനിന്ന് ഞാൻ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് കടലിൽ. കടലിന്റെ ഉള്ളിലേക്ക് പോകും തോറും വല്ലാത്ത ആഴം കൂടുതലാ. നടുകടലിൽ ഒരു മനുഷ്യൻ വീണാ രക്ഷപ്പെടുവോ? എത്ര നീന്തൽ അറിയണവനാണെങ്കിലും ഓം പോകൂടെ, മരിച്ചു പോകും വെള്ളത്തിൽ വീണ. എടോ, കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം. അതിന്റെ നീളമൊന്നും നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ഞാൻ ലക്ഷദ്വീപിൽ വഴുതിന് പോയപ്പോ ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോയി. ഒരു മുള്ളിങ്ങനെ വെച്ചിട്ടുണ്ട്. ദാ ഈ ബിൽഡിങ്ങിന്റെ നീളം കാണും, ഇതിന്റെ പകുതിയെങ്കിലും കാണും.
ചോദിച്ചപ്പോ പറഞ്ഞു, ഇതൊരു ചെറിയ തിമിംഗലത്തിന്റെ മുള്ള ഉസ്താദെ, അപ്പൊ വലുതെന്തായിരിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ മീനാ തിമിംഗലം. അത് കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കും. ആ തിമിംഗലം എന്ന് പറയുന്ന മീന് ഒരാളെ വിഴുങ്ങിയാലോ, ഒരാൾ ആ മീൻ വിഴുങ്ങി മീനിന്റെ വയറിനകത്തായി പോയി, ഓൻ എങ്ങനെ രക്ഷപ്പെടൂടോ? വല്ല വഴിയുണ്ടോ? നിങ്ങൾ എന്തപ്പ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ, പറ. രക്ഷപ്പെടുവോ? മീനിന്റെ വയറിനകത്ത് എവിടെ? കടലിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന തിമിംഗലത്തിന്റെ വയറ്റിന്റെ അകത്ത് ഒരു മനുഷ്യൻ പോയ ഓനെ എങ്ങനെ രക്ഷപ്പെടാനാ? നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്ക്. നടക്കണ കാര്യമാണോ? അല്ല. എന്നാൽ അങ്ങനെ ഒരാള് കടലിൽ കിടക്കുന്ന തിമിംഗലത്തിന്റെ വയറിനകത്ത് പെട്ടു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അള്ളാഹിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഈ സമൂഹത്തിന് നീ ശിക്ഷ ഇറക്കണം. അള്ളാഹുവേ, അവസാനം ദുആ ചെയ്തു, ശിക്ഷ ഇറങ്ങിയില്ല. അവസാനം അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ആ നാട്ടിൽ നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം യാത്ര പോയി. അങ്ങനെ പോകുമ്പോഴാ കടലിൽ പോയി, കപ്പലിൽ കയറി. കപ്പലിൽ നിന്ന് കുറിയിട്ടു, പേര് കിട്ടി. യൂനുസ് നബിയെ നടുകടലിൽ വലിച്ചെറിഞ്ഞു. ഈ ആളെ എറിഞ്ഞാലേ ഇനി രക്ഷയുള്ളൂ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ കടലിൽ വലിച്ചെറിഞ്ഞു. തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്നിട്ട് യൂനുസ് നബിയെ വിഴുങ്ങി. യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിനടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്താണ്. ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ കടലിനടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്തകപ്പെട്ടപ്പോ എല്ലാ വഴികളും അടഞ്ഞടോ. ഞാനും നിങ്ങളും ജീവിതകാലം മുഴുവനും തലകുത്തി കടന്നു നോക്കിയാൽ ആ മീനിന്റെ വയറിനകത്ത് വിട്ടുപോയ ഒരു മനുഷ്യരെ എങ്ങനെയാണോ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്? വെള്ളത്തിന്റെ അടിയിൽ പോകുന്നവന്റെ അവസ്ഥ എന്താ? കേരളത്തിലുള്ള അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പടച്ചവനെ ആ ലോറിയുമായിട്ട് നിങ്ങളുടെ പരിസരത്ത് കർണാടകയിലല്ലേ അല്ലാഹുവേ ഉരുൾപൊട്ടികെട്ട് മണ്ണിടിഞ്ഞു വീണ് വെള്ളത്തിന്റെ അകത്ത് വീണിട്ട് ആ ചെറുപ്പക്കാരന്റെ ജനാസ വണ്ടിയോടെ വീണ് തടിയോടെ വീടോ. അവസാനം കണ്ടുപിടിക്കാൻ മാസങ്ങൾ എടുത്തെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ, കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടാരാ? എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു. എന്നാ യൂനുസിന് പ്രതീക്ഷയുണ്ടായിരുന്നടോ. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് പ്രതീക്ഷയുണ്ടായിരുന്നു. അവിടെ നിന്ന് വിളിക്കുന്നു, വനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും തമ്പുരാന്, എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും തമ്പുരാന്. എന്നെ നീ സഹായിക്കണേ അല്ലാ. അല്ല തന്നെ പറയുകയാ, ലലബിസ ഫീ ബത്രിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസങ്ങാടം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹുവേ, യൂനുസ് നബി അവിടെ കിടന്ന് ദുആ ചെയ്തപ്പോ ആഴ്ചകൾ കഴിഞ്ഞപ്പോ ആ മീൻ തന്നെ യൂനുസ് നബിയെ കരയിൽ കൊണ്ടുവന്ന് ജീവനോടെ തിരിച്ചു തന്നു എന്ന് ചരിത്രം അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ, ഇതിനാ ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? ഈ
യൂനുസ് നബി ആ കടലിന്റെ അടിയിൽ കിടക്കുമ്പോഴും യൂനുസ് നബിക്കറിയാം എന്റെ റബ്ബെന്നെ സഹായിക്കും, എന്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തും. അതിനാണ് ദുആ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാനോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതാ ദുആ. ഇവിടെ റബ്ബിനോട് ചോദിച്ച അല്ലാഹ് തരും. അല്ലാഹനെ പോലെ തരുന്ന ഒരാളും ഈ ലോകത്തില്ല. അല്ലാഹു നമുക്ക് നമ്മുടെ ദുആയ്ക്ക് അല്ലാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈ കാണുന്ന ബിൽഡിംഗ് നിങ്ങൾ കുറച്ചുപേരൊക്കെ സഹായിച്ചോടോ. ഇതൊരു പാപ ഒരു മനുഷ്യൻ അൽഹംദുലില്ലാഹ് സ്ഥലം കൊടുത്തു. ലക്ഷക്കണക്കിന് രൂപ കടവാണ് ഇത്. അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അങ്ങനല്ലേ ഇനി കൂടെ കോൺട്രാക്ട് കൊടുത്തിട്ട് പൈസ കൊടുക്കാൻ കിടക്കാം. ബിൽഡിംഗ് ഒക്കെ തീർന്നു. ഇന്ന് രാവിലെ വന്നപ്പോ ഞാൻ ചോദിച്ചു, പടച്ചോനെ പണി കഴിഞ്ഞാൽ പിന്നെ പൈസ കിട്ടുന്ന വലിയ പാടാ. അൽഹംദുലില്ലാഹ് മനോഹരമായ രീതിയിൽ അവര് ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ ചെയ്യാ? ഈ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അവർക്കാർക്കും വേണ്ടിയല്ല, ഈ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി ചെയ്ത ഈ ബിൽഡിങ്ങിന്റെ പൈസ കൊടുക്കണം. നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്ന് ഒരല്പം എടുത്തു കൊടുക്കാനുള്ള മനസ്സാ നമുക്ക് വേണ്ടത്. നഷ്ടമുണ്ടാവത്തില്ല ഒരിക്കലും. ഒരിക്കലും നിനക്ക് നഷ്ടമുണ്ടാകില്ല. നബിതങ്ങൾ പറഞ്ഞു, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റും, അപകടങ്ങളെ തൊട്ടുമാറ്റും. കേരളത്തിൽ നിങ്ങൾ നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത സമയങ്ങളിൽ ഓരോ ദിവസത്തെ വാർത്ത എടുക്കുമ്പോഴും ഭയമാണോ? നിങ്ങൾ നോക്കിക്കേ, സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺകുട്ടികൾ, മുസ്ലിം കുട്ടികൾ, സ്കൂള് കഴിഞ്ഞിട്ട് ചിരിച്ച് കളിച്ച് തമാശ കൊണ്ട് പോകുന്ന സമയത്ത്, അവര് വണ്ടിയിൽ പോയതല്ല, റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് പാണ്ടിലൂറി വന്നവരുടെ ശരീരത്തിലേക്ക് ഇടിച്ചു കയറിയടോ 4 പെൺകുട്ടികൾ. ആലപ്പുഴയിലാ എന്റെ പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ കോളേജിൽ ഡോക്ടറേറ്റിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ 5 പേരാ ഒരു വണ്ടിക്കകത്ത് ഒറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചു പോയത്. എത്ര അപകടങ്ങൾ നമ്മൾ കാണുന്നടോ, എത്ര ദുരന്തങ്ങൾ നമ്മൾ കാണുന്നടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വയനാട് ദുരന്തമുണ്ടായി. എത്ര പേരാ മരിച്ച്? ഇന്നും മയ്യത്ത് കിട്ടിയിട്ടില്ല 10-48 പേരുടെ. അവരുടെ ജനാസയില്ല. ഞാൻ പോയതാ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പോയിരുന്നവിടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഖബർസ്ഥാൻ കണ്ടു. അവിടെ മീസാൻ കല്ലുകളിൽ അബൂബക്കറും ഉമറും ഉസ്മാനും ആയിഷയും ഖദീജയുമല്ല, അവിടെ രാധാമണിയുണ്ട്, ജോസഫ് ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരുടെ ജനാസകൾ എല്ലാം ഉണ്ടായവരാണ്. ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതം തകർന്നു പോയി. ഈ ചെറുപ്പക്കാരാ, ബൈക്കിൽ സഞ്ചരിക്കുന്നവനാ, വാഹനത്തിൽ സഞ്ചരിക്കുന്നവനാ, നീ ഒരുപാട് അപകടങ്ങൾ കണ്ടിട്ടില്ലേ മോനെ? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോനെ, അപകടങ്ങളും അപകട മരണങ്ങളും ദുരന്തങ്ങളുമെല്ലാം തട്ടിമാറ്റാൻ കഴിയുന്ന ഒരു വഴിയാണ് സദഖ കൊടുക്കല്. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, എപ്പോഴും രോഗത്തെ കുറിച്ച് പറയുന്നവളാണ്. ഉസ്താദേ, എന്തെല്ലാം മരുന്ന് കഴിച്ചു, ഏതെല്ലാം ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു, എന്റെ രോഗം മാറുന്നില്ല എന്ന് സങ്കടം പറയുന്ന ഉമ്മ, നബിതങ്ങൾ പറഞ്ഞ ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ഏത് രോഗവും മാറാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ, അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ. പടച്ചവനെ, അടുത്ത കഴിഞ്ഞ ഒരു 1.5 മാസമായി എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം, പടച്ചവനെ, എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ 18 വയസ്സുള്ള ചെറുപ്പക്കാരനായ പൊന്നുമോര്, അതാ +2 പഠിക്കുന്ന 18 വയസ്സുള്ള ആ പയ്യനുണ്ടല്ലോ, അവന്റെ തലയ്ക്കകത്ത് വല്ലാത്ത വേദനയാണ്, വല്ലാത്ത വേദന, വല്ലാത്ത പ്രയാസമാ. അവസാനം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചടോ. പടച്ചവനെ, അതാ ഡോക്ടർ പറഞ്ഞു, തലയുന്ന
സ്കാൻ ചെയ്യാറ്. അവിടെ നിന്ന് സ്കാൻ ചെയ്തു. പടച്ചവനെ, ഡോക്ടർ പറഞ്ഞു വല്ലാത്ത അത്ഭുതമായി. അങ്ങനെ 2 പ്രാവശ്യമാണ് സ്കാൻ ചെയ്തത്. ഡോക്ടർക്ക് വല്ലാത്ത ഒരു സംശയം. അവരോട് 10 ദിവസത്തെ ഗുളിക കൊടുത്തിട്ട് പറഞ്ഞു കഴിച്ചിട്ട് വരാൻ, റെസ്റ്റ് എടുക്ക്. അല്ലാഹുവേ, ആ ഡോക്ടർ പറയുകയാണ് 68% ആ പൊന്നുമകന്റെ തലയിലെ ബ്രെയിൻ ട്യൂമറിന്റെ അണുക്കൾ കാണാം. പക്ഷേ വ്യക്തമാകുന്നില്ല, എത്രയുണ്ടെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് 10 ദിവസം കഴിക്കാനുള്ള ടാബ്ലറ്റ് കൊടുത്തത്. ഇത് കഴിച്ചിട്ട് വരാൻ എന്നെ വിളിച്ചിട്ട് വല്ലാത്ത സങ്കടമാണ്. പടച്ചവനെ, യതീമാണോ, ഏക ഒരു മകനേ ഉള്ളൂ. പടച്ചവനെ, 18 വയസ്സാണ്. വല്ലാത്ത സങ്കടം പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് സിയാറത്ത് പോകാറ്, അവർക്കൊരു മനസമാധാനം കിട്ടാറ്. അങ്ങനെ ഏർവാടിയിലൊക്കെ ഒന്ന് സിയാറത്തിന് പോയി തിരിച്ചെന്റെ അടുക്കലേക്ക് വന്നപ്പോ ഞാൻ 2 പേരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാ, നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്. ഉമ്മാനെയും മകനെയും വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, അവന്റെ തലയിൽ ബ്രെയിൻ ട്യൂമറിന്റെ അണുക്കളാണ്. പക്ഷേ നിങ്ങൾ ഭയപ്പെടണ്ട ഉസ്താദ്, ഞാൻ പറഞ്ഞു കൊടുത്തു. 10 ദിവസത്തെ ടാബ്ലറ്റ് തന്നിരിക്കുന്നത് നിങ്ങളെ നോക്കാനാണ്. ഇനി ചെല്ലുമ്പോൾ അത് പരിപൂർണമായി എത്രയുണ്ടെന്നറിയാനാണ്. 2 പേര് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ കരയരുത്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു നിയ്യത്ത് ചെയ്യ്. അടുത്ത ടെസ്റ്റ് നടത്തുമ്പോ 1% പോലും ഇവന്റെ തലയിലത് കാണാൻ പാടില്ല. അല്ലാഹുവേ, ഒരു പള്ളി കെട്ടിക്കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യാറ്. ഞാൻ പറഞ്ഞു, ഒരു ചെറിയ പള്ളി എവിടെയെങ്കിലും കെട്ടിക്കൊടുക്കാ, ഇവനെ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യാറ്. പടച്ചവനെ, 10 ദിവസമായി എന്നോട് ചോദിച്ചു, ഉസ്താദേ പോകട്ടെ? ഞാൻ പറഞ്ഞു, 3 ദിവസം കൂടെ കഴിയട്ടെ. വെള്ളിയാഴ്ച രാവിലെ ഉമ്മയും മകനും കൂടെ അതേ ഡോക്ടറെ കാണാൻ ചെന്നു. പടച്ചവനെ, സ്കാൻ ചെയ്തു. 11:30 ആയപ്പോ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദ്, ഡോക്ടർ അവരെ അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. 68% അണുക്കൾ കണ്ടിരുന്ന പൊന്നുമോന്റെ തലയില് ഒരംശം പോലും കാണുന്നില്ലടോ. ആ അംശം പോലും അത്ഭുതപ്പെടുകയാ. ആ മനുഷ്യൻ പോലും അത്ഭുതപ്പെടുകയാ. 1% പോലും കാണുന്നില്ല. ഇതാ അല്ലാഹ് പറഞ്ഞത്, ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ.